ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം വിശേഷങ്ങളൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദാറ്റ്സ് ഇറ്റ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്, ഞാനൊരു സിനിമ കണ്ടായിരുന്നു. ഒരു സിനിമ എന്ന് പറയുന്നത് OTTയിൽ റിലീസായ സിനിമയാണ്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ റിലീസായത് വന്നിട്ട് ജൂൺ 21 സിനിമ റിലീസായത്. പക്ഷേ സിനിമ റിലീസായ സമയത്ത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. എന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല. ആ സിനിമയുടെ നായിക പാർവതി തിരുവോത്താണ്. അപ്പോൾ പുള്ളിക്കാരിയെ എനിക്ക് എന്തോ ഇഷ്ടമല്ല. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഓരോ രീതികൾ, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് പാർവതി തിരുവോത്ത്. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ മൂവീസ് ഞാൻ കാണാറില്ല. ഞാൻ ക്ലിയറായിട്ട് പറയാം, എനിക്ക് പുള്ളിക്കാരിയെ യാതൊരു താല്പര്യമില്ല. പക്ഷേ നല്ലൊരു അഭിനേത്രിയാണ്. നല്ലപോലെ അഭിനയിക്കാൻ കഴിവുള്ള ഒരു മലയാളി നടിയാണെന്ന് ഞാൻ പറയും. മലയാളത്തിലുള്ള നായികന്മാരിൽ നല്ല രീതിയിൽ പൊട്ടൻഷ്യലുള്ളൊരു നായികയാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരിക്ക് സീനിയേഴ്സിനെ ഒന്ന് ബഹുമാനിക്കാൻ അറിഞ്ഞുകൂടാ. വട്ടവർ, ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സിനിമ കണ്ടില്ല എന്ന് മാത്രമല്ല, ഈ സിനിമയുടെ ട്രെയിലറോ ഒന്നും ഞാൻ കണ്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി എന്നുള്ളതല്ലാതെ എനിക്ക് ഈ സിനിമയെപ്പറ്റി യാതൊരു വിവരമില്ലായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഇന്നലെ ഇരുന്ന് ആമസോണിൽ വെറുതെ ഇങ്ങനെ ഓരോ സിനിമകളും നോക്കി. അങ്ങനെ വെറുതെ ഓരോ സിനിമകൾ നോക്കിയപ്പോൾ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും ആമസോൺ പ്രൈം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് തീരും, അതിൻ്റെ ടൈം തീരും. അപ്പോൾ എന്തായാലും ഈ സിനിമ ഒന്ന് കണ്ടു കളയാം എന്ന രീതിയിൽ, വളരെ സന്തോഷമല്ലാത്ത രീതിയിൽ ഞാൻ ആ സിനിമ ഇട്ടു. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ക്രിസ്റ്റോ ടോമി. പിന്നെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് റോണി ഷെർവാല. അതൊരു ഹിന്ദി പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞാൻ ഈ പടത്തിൻ്റെ കഥ, തിരക്കഥ, സംവിധായകൻ, പ്രൊഡ്യൂസർ, മ്യൂസിക് വന്നിട്ട് നമ്മൾ സുശീൽ ശ്യാമാണ്. അപ്പം ഞാൻ അത് എഴുതി കാണിച്ചപ്പോൾ ഞാൻ നെട്ടി. സുശീൽ ശ്യാമിൻ്റെ സിനിമ അറിഞ്ഞില്ലല്ലോ പുള്ളിക്കാരൻ്റെ സിനിമ വരുന്നുള്ളത്. പിന്നെ വന്നിട്ട് പ്രൊഡ്യൂസറെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റോണി. അപ്പോൾ റോണിയുടെ ഒരുപാട് ഹിന്ദി സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും നെട്ടി. ഇവനൊക്കെ നല്ല ഹിന്ദിയിലുള്ള നല്ല കിടലോടത്തനാണല്ലോ. അപ്പോൾ എന്തായാലും വെറുതെ കൊണ്ട് സിനിമ എടുക്കത്തില്ല. അങ്ങനെ ഞാൻ ആ സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ പാർവതി തിരുവോത്താണ്. പിന്നെ വന്നിട്ട് നമ്മളുടെ ഉർവശി ചേച്ചി. പിന്നെ വന്നിട്ട് ഒരു പുള്ളിക്കാരനുണ്ട്, ആ പുള്ളിയുടെ പേര് വന്നിട്ട് അർജുൻ രാധാകൃഷ്ണൻ. നമ്മളെ കൊത്തയുണ്ടല്ലോ, കിങ് ഓഫ് കൊത്തയിൽ ലാസ്റ്റ് ഒരു പുള്ളി വന്ന് ശശിയായിട്ട് പോകുമല്ലോ, ആ പുള്ളിയാണ് ഈ അർജുൻ രാധാകൃഷ്ണൻ. പിന്നെ പുള്ളിയെ കാണാൻ ഏകദേശം ഫഹദ് ഫാസിലിൻ്റെയൊക്കെ ഒരു രൂപമാണ്. ആ ഒരു അഭിനയമൊന്നുമല്ല, പുള്ളിയുടെ ഒരു രൂപമൊക്കെയാണ്. അങ്ങനെ ഞാൻ ആ സിനിമ കണ്ടു. സിനിമ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ പടം വന്നിട്ട് വളരെ ഓഫ് ബീറ്റ് മൂവിയാണ്. ഒരു ഭയങ്കര സംഭവം ഒന്നുമില്ല, വളരെ ഓഫ് ബീറ്റ് മൂവിയാണ്. സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്. അപ്പോൾ സിനിമയുടെ കഥയെ ഞാൻ ചെറുതായിട്ടൊന്ന് നറേറ്റ് ചെയ്യാം. സിനിമ ഇഷ്ടമുള്ളവർ മാത്രമല്ല ഈ സിനിമ കാണേണ്ടത്. ഈ സിനിമ കാണേണ്ട ആൾക്കാരെന്ന് പറയുന്നത് കള്ളക്കാമുകന്മാർക്ക് ഈ സിനിമ കാണാം, പിന്നെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഈ സിനിമ കാണാം, പിന്നെ അമ്മായിയമ്മമാർക്ക് ഈ സിനിമ കാണാം. അപ്പം എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പം സിനിമയുടെ കഥ എന്ന് ആദ്യമേ ഒരു ചെറിയൊരു കഥ എസ്റ്റാബ്ലിഷ് ചെയ്യും. പാർവതി തിരുവോത്ത്, പുള്ളിക്കാരിക്ക് ഒരു കാമുകൻ. ആ കാമുകൻ വരുന്നു. ജസ്റ്റ് പാർവതി പറയുന്നു, എൻ്റെ വീട്ടിൽ കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നീ എന്നെ കെട്ടണം. അപ്പോൾ അവൻ ഓക്കെ പറയുന്നു. അടുത്ത സീൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പാർവതിയുടെ കല്യാണമാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ സിനിമ ഒരു സ്പൂൺ ഫീഡിങ് സിനിമ അല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് നിർത്തി പറഞ്ഞു തരുന്ന ഒരു സിനിമയല്ല. നമ്മുടെ സിനിമ വളരെ ശ്രദ്ധിച്ച് കാണണം, അല്ലെങ്കിൽ പടം കയ്യിൽ നിന്ന് പോകുന്നുള്ള എനിക്ക് പിടികിട്ടി. അതിനുശേഷം ഞാൻ പടം ഭയങ്കര ഇതായിട്ട് കണ്ടു. അപ്പോൾ പാർവതിയുടെ കല്യാണം കഴിയുന്നു. പിന്നെ ഒരു ഫസ്റ്റ് നൈറ്റ് സീന് കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭർത്താവിന് വയ്യാതെ കിടക്കുന്നു.
പിന്നെ ഈ ഭർത്താവായിട്ട് വരുന്നതാണ് ഞാൻ അർജുൻ എന്ന് പറഞ്ഞ പുള്ളി. പാർവതിയുടെ അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉർവശിയാണ് അഭിനയിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ ഒരു പടം പ്ലേസ് ചെയ്തിരിക്കുന്നത് കുട്ടനാടാണ് പടം പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ സെനോരിയോ നടക്കുന്നത് തന്നെ നമ്മൾ വെള്ളപ്പൊക്കം, വെള്ളം കയറി അവിടെ താമസിക്കുന്നവർക്കൊക്കെ അറിയാം, അവിടെ ചില സമയങ്ങളിൽ ഈ വെള്ളം ഉയരാറുണ്ട്. ആ ഉയരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോഴാണ് അത് എന്തുമാത്രം ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഒരു സെനാരിയോ. അങ്ങനെ ഭർത്താവ് പുള്ളിക്കാരൻ്റെ എന്തോ അസുഖം പിടിക്കും, പുള്ളിക്കാരൻ വയ്യാതെയാവും. ഇവളെ പാർവതി തന്നെയാണ് പുള്ളിക്കാരനെ നോക്കുന്നത്. പിന്നെ ഒരു ദിവസം ആകുമ്പോൾ പാർവതി ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് പോവും. എന്നിട്ട് പാർവതിയുടെ പഴയ കാമുകനെ കാണും. അവർ തമ്മിലുള്ള റിലേഷൻ വീണ്ടും ഓണാണ്. പിന്നെ അതിനുശേഷം ഒരു ദിവസം ഹസ്ബൻഡ് അങ്ങ് മരിക്കും. അപ്പം ഹസ്ബൻഡ് മരിക്കുന്നതിന് തൊട്ട് മുമ്പേ പാർവതിക്ക് മനസ്സിലാവും പുള്ളിക്കാരി കാരിയിങ് ആണെന്നുള്ളത്, പുള്ളിക്കാരി ഗർഭിണിയാണ്. പിന്നെ പുള്ളിക്കാരൻ മരിക്കുന്നു. പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം അടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ വെള്ളം പൊങ്ങിയിട്ട് അവിടെ അടക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ വരുന്നതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ബോഡി ഒരു 10-13 ദിവസം ഇവർ മെഡിക്കൽ കോളേജിൽ തന്നെ വെച്ചേക്കും, ഫ്രീസറിൽ തന്നെ വെച്ചേക്കും. എന്നിട്ട് അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് വരുന്നതും അമ്മായിയമ്മയായ ഉർവശി കുറച്ച് സത്യങ്ങൾ തിരിച്ചറിയും. അത് പുള്ളിയുടെ മോൻ്റെ കുഞ്ഞല്ല എന്ന കാര്യങ്ങൾ തിരിച്ചറിയും. എന്നിട്ട് അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് സിനിമ. ഞാൻ ഒരു കാര്യം പറയാം, ഉർവശി എന്നൊരു നായികയുടെ വേറൊരു ലെവൽ പെർഫോമൻസ് എനിക്ക് കാണാൻ കഴിഞ്ഞു. പുള്ളിക്കാരിക്ക് എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ അഭിനയം പടത്തിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഉർവശി അല്ലാതെ വേറൊരു നായികയ്ക്കും ഈ ഒരു ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 100% ഗ്യാരണ്ടി. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് ഒരു നായികയില്ല. ഒരു നായിക എന്ന് പറയുന്നത് ഒരു അമ്മ വേഷം ചെയ്യാൻ വേണ്ടി ആരുമില്ല. ആകെപ്പാടുള്ളത് ഒരു മാലാ പാർവതിയാണ്. അവർ ചെയ്താലും അവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞണമെന്നല്ല, പക്ഷേ ഉർവശി ചെയ്ത ആ ഒരു ക്യാരക്ടർ ബിൽഡിങ്, ആ പടത്തിൽ അവരെ ക്യാരക്ടർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ സൈലൻ്റായിട്ട് കിടന്നോ ആലച്ചു വിളി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ സൈലൻ്റായിട്ട് പോകുന്ന സിനിമ. ഉർവശി ഒരു രക്ഷയില്ല, നിങ്ങൾ കാണണം. എല്ലാവർക്കും ഒരു സങ്കടം വരും, ഒരു കണ്ണൊന്ന് ചെറുതായിട്ട് നനയും. പിന്നെ പാർവതിയുടെ റോൾ വളരെ കിടിലമായിട്ട് പുള്ളിക്കാരുടെ റോള് പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. അഹങ്കാരവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച ഒരുപാട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടിയാണ് പാർവതി. കുട്ടിയല്ല, എന്നെക്കാളും പ്രായമുണ്ട്. അഭിനയിക്കാൻ കഴിയുന്ന ഒരാളാണ് പാർവതി. അപ്പം എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി മാറുമെന്നൊന്നും. പക്ഷെ ഈ ക്യാരക്ടർ പുള്ളിക്കാരി അത് വേറൊരു ലെവലിൽ പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ എന്ന് പറയുന്ന പാർവതിയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന പുള്ളി വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ പുള്ളിയുടെ റോള് പുള്ളി വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന അലൻസിയറാണ്. അലൻസിയറും നല്ല രീതിയിൽ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് അച്ഛൻ, ആ പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാമുകനായിട്ടൊരു പയ്യൻ വരും, അവനും അവൻ്റെ റോള് വളരെ ക്ലിയറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരും കാണേണ്ട സിനിമ, മസ്റ്റ് വാച്ച് മൂവിയാണ്. പിന്നെ നമ്മൾ ഈ പടത്തിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. സുഷീൻ ശ്യാമിൻ്റെ വൻ മ്യൂസിക്കാണ്. പിന്നെ പടത്തിൽ വരുന്ന ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ എന്ന് പറഞ്ഞാൽ അവർ ആ വീട്ടിൻ്റെ അകത്താണ് കഥകൾ നടക്കുന്നത്. അപ്പം വീട്ടിൻ്റെ അകത്ത് ചടങ്ങ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ അകം മൊത്തം വെള്ളമാണ്. അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് കയറി നടക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ സൗണ്ട് കാര്യങ്ങൾ എല്ലാം വളരെ ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒരു ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നല്ല കിടിലുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും കാണാൻ പറ്റുന്നവർ ഈ സിനിമ കാണുക. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ സിനിമയെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, കാമുകിമാരും അമ്മായിയമ്മമാരും എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. സോ ജസ്റ്റ് വാച്ച് ഇറ്റ്. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടത്തില്ല, നിങ്ങളത് കാണും. സോ ദാറ്റ് ഈസ് ഗൈസ്. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് പുട്ട് ലൈക്ക്, പ്ലീസ് ഷെയർ മൈ വീഡിയോ, please put comment. Okay, bye, see you.